സമരം സിന്ദാബാദ്, സമരം സിന്ദാബാദ്, സമരം സിന്ദാബാദ്, സമരം സിന്ദാബാദ്. ജാതി പറഞ്ഞും പേര് പറഞ്ഞും, ജാതി പറഞ്ഞും പേര് പറഞ്ഞു, ജാതി പറഞ്ഞും പേര് പറഞ്ഞും, ജാതി പറഞ്ഞും പേര് പറഞ്ഞു. പാവപ്പെട്ടൊരു വിദ്യാർത്ഥികളെ, പാവപ്പെട്ടൊരു വിദ്യാർത്ഥികളെ, പാവപ്പെട്ടൊരു വിദ്യാർത്ഥികളെ, പാവപ്പെട്ടൊരു വിദ്യാർത്ഥികളെ, വിലക്ക് കൊടുക്കും ചട്ടകളെ, വിലക്ക് കൊടുക്കും ചട്ടകളെ, വിലക്ക് കൊടുക്കും ചട്ടകളെ, വിലക്ക് കൊടുക്കും ചട്ടകളെ, ചട്ടകളെ ഗുരുക്കന്മാരെ, ചട്ടകളെ ഗുരുക്കന്മാരെ, നിങ്ങൾക്കെതിരെ ഉയരുന്നു, നിങ്ങൾക്കെതിരെ ഉയരുന്നു, നിങ്ങൾക്കെതിരെ ഉയരുന്നു, നിങ്ങൾക്കെതിരെ ഉയരുന്നു. യുവജനങ്ങളുടെ പ്രതിഷേധം, യുവജനങ്ങളുടെ പ്രതിഷേധം, യുവജനങ്ങളുടെ പ്രതിഷേധം, യുവജനങ്ങളുടെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, സമരം സിന്ദാബാദ്, സമരം സിന്ദാബാദ്, സമരം സിന്ദാബാദ്, സമരം സിന്ദാബാദ്. ജാതി പറഞ്ഞും പേര് പറഞ്ഞും, ജാതി പറഞ്ഞും പേര് പറഞ്ഞു, ജാതി പറഞ്ഞും പേര് പറഞ്ഞും, ജാതി പറഞ്ഞും പേര് പറഞ്ഞു. പാവപ്പെട്ടൊരു വിദ്യാർത്ഥികളെ, പാവപ്പെട്ടൊരു വിദ്യാർത്ഥികളെ, പാവപ്പെട്ടൊരു വിദ്യാർത്ഥികളെ, പാവപ്പെട്ടൊരു വിദ്യാർത്ഥികളെ, വിലക്ക് കൊടുക്കും മാനേജ്മെന്റ്, കൊടുക്കും മാനേജ്മെന്റ്, വിലക്ക് കൊടുക്കും മാനേജ്മെന്റ്, കൊടുക്കും മാനേജ്മെന്റ്. പ്രതിഷേധിക്കുക, പ്രതികരിക്കുക, പ്രതിഷേധിക്കുക, പ്രതികരിക്കുക, പ്രതിഷേധിക്കുക, പ്രതികരിക്കുക, പ്രതിഷേധിക്കുക, പ്രതികരിക്കുക, പ്രതികരിക്കുക യുവജനമേ, പ്രതികരിക്കുക യുവജനമേ. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, സമരം സിന്ദാബാദ്, സമരം സിന്ദാബാദ്, സമരം സിന്ദാബാദ്, സമരം സിന്ദാബാദ്. വിദ്യാർത്ഥിയെ, 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 വിലക്ക് കൊടുത്തൊരു മാനേജ്മെന്റ്, വിലക്ക് കൊടുത്തൊരു മാനേജ്മെന്റ്, നിങ്ങൾക്കെതിരെ ഉയരുന്നു, നിങ്ങൾക്കെതിരെ ഉയരുന്നു, നിങ്ങൾക്കെതിരെ ഉയരുന്നു, നിങ്ങൾക്കെതിരെ ഉയരുന്നു. കേരളനാടൻ പ്രതിഷേധം, കേരളനാടൻ പ്രതിഷേധം, കോൺഗ്രസിൻ പ്രതിഷേധം, യൂത്ത് കോൺഗ്രസിൻ പ്രതിഷേധം, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, സമരം സിന്ദാബാദ്, സമരം സിന്ദാബാദ്, സമരം സിന്ദാബാദ്, സമരം സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, പ്രതിഷേധം, 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 പ്രതിഷേധം. ജാതി പറഞ്ഞും പേര് പറഞ്ഞും, ജാതി പറഞ്ഞും പേര് പറഞ്ഞു, ജാതി പറഞ്ഞും പേര് പറഞ്ഞും, ജാതി പറഞ്ഞും പേര് പറഞ്ഞു. പാവപ്പെട്ടൊരു വിദ്യാർത്ഥിയെ, പാവപ്പെട്ടൊരു വിദ്യാർത്ഥിയെ, കൊടുത്തൊരു ചെറ്റുകളെ, കൊടുത്തൊരു ചട്ടകളെ, മാനേജ്മെന്റിൻ ചെറ്റുകളെ, മാനേജ്മെന്റിൻ ചട്ടകളെ, നിങ്ങൾക്കെതിരെ ഉയരുന്നു, നിങ്ങൾക്കെതിരെ ഉയരുന്നു. യൂത്ത് കോൺഗ്രസിൻ പ്രതിഷേധം, യൂത്ത് കോൺഗ്രസിൻ പ്രതിഷേധം, 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 പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്, പ്രതിഷേധം സിന്ദാബാദ്. ജാതി പറഞ്ഞും പേര് പറഞ്ഞും, ജാതി പറഞ്ഞും പേര് പറഞ്ഞു, ജാതി പറഞ്ഞും പേര് പറഞ്ഞും, ജാതി പറഞ്ഞും പേര് പറഞ്ഞു. പാവപ്പെട്ടൊരു വിദ്യാർത്ഥിയെ, പാവപ്പെട്ടൊരു വിദ്യാർത്ഥിയെ, പാവപ്പെട്ടൊരു വിദ്യാർത്ഥിയെ, പാവപ്പെട്ടൊരു വിദ്യാർത്ഥിയെ, കൊലക്ക് കൊടുത്തൊരു മാനേജ്മെന്റ്, കൊലക്ക് കൊടുത്തൊരു മാനേജ്മെന്റ്, ചട്ടകളെ പരനാറികളെ, ചട്ടകളെ പരമാവധി നിങ്ങൾക്കെതിരെ ഉയരുന്നു, നിങ്ങൾക്കെതിരെ ഉയരുന്നു. യുവതയുടെ പ്രതിഷേധം, യുവതയുടെ പ്രതിഷേധം, യൂത്ത് കോൺഗ്രസിൻ പ്രതിഷേധം, യൂത്ത് കോൺഗ്രസിൻ പ്രതിഷേധം, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്, പ്രതിഷേധം സിന്ദാബാദ്. ജാതി പറഞ്ഞും പേര് പറഞ്ഞും, ജാതി പറഞ്ഞും പേര് പറഞ്ഞു, ജാതി പറഞ്ഞും പേര് പറഞ്ഞും, ജാതി പറഞ്ഞും പേര് പറഞ്ഞു. പാവപ്പെട്ടൊരു വിദ്യാർത്ഥിയെ, പാവപ്പെട്ടൊരു വിദ്യാർത്ഥിയെ, പാവപ്പെട്ടൊരു വിദ്യാർത്ഥിയെ, പാവപ്പെട്ടൊരു വിദ്യാർത്ഥിയെ, കൊലക്ക് കൊടുത്തൊരു മാനേജ്മെന്റ്, കൊലക്ക് കൊടുത്തൊരു മാനേജ്മെന്റ്, കൊലക്ക് കൊടുത്തൊരു മാനേജ്മെന്റ്, കൊലക്ക് കൊടുത്തൊരു മാനേജ്മെന്റ്, ചട്ടകളെ പരനാറികളെ, ചട്ടകളെ പരമാവധി നിങ്ങൾക്കെതിരെ ഉയരുന്നു, നിങ്ങൾക്കെതിരെ ഉയരുന്നു. യൂത്ത് കോൺഗ്രസിൻ പ്രതിഷേധം, യൂത്ത് കോൺഗ്രസിൻ പ്രതിഷേധം, 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 നാടാകെ പ്രതിഷേധം, നാടാകെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്, പ്രതിഷേധം സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. ജാതി പറഞ്ഞും പേര് പറഞ്ഞും, ജാതി പറഞ്ഞും പേര് പറഞ്ഞു, ജാതി പറഞ്ഞും പേര് പറഞ്ഞും, ജാതി പറഞ്ഞും പേര് പറഞ്ഞു. പാവപ്പെട്ടൊരു വിദ്യാർത്ഥിയെ, പാവപ്പെട്ടൊരു വിദ്യാർത്ഥിയെ, പാവപ്പെട്ടൊരു വിദ്യാർത്ഥിയെ, പാവപ്പെട്ടൊരു വിദ്യാർത്ഥിയെ, കൊലക്ക് കൊടുത്തൊരു മാനേജ്മെന്റ്, കൊലക്ക് കൊടുത്തൊരു മാനേജ്മെന്റ്, കൊലക്ക് കൊടുത്തൊരു മാനേജ്മെന്റ്, കൊലക്ക് കൊടുത്തൊരു മാനേജ്മെന്റ്, ചട്ടകളെ പരനാറികളെ, ചട്ടകളെ പരമാവധി
സിന്ദാബാദ് പ്രേക്ഷക പ്രേരണം സിന്ദാബാദ് പ്രേക്ഷക പ്രേരണം സിന്ദാബാദ് ജാതി പറഞ്ഞും പേര് പറഞ്ഞു ജാതി പറഞ്ഞും പേര് പറഞ്ഞു ജാതി പറഞ്ഞും പേര് പറഞ്ഞു ജാതി പറഞ്ഞും പേര് പറഞ്ഞു പാവപ്പെട്ടൊരു വിദ്യാർത്ഥിയെ പാവപ്പെട്ടൊരു വിദ്യാർത്ഥിയെ പാവപ്പെട്ടൊരു വിദ്യാർത്ഥിയെ പാവപ്പെട്ടൊരു വിദ്യാർത്ഥിയെ വഴക്ക് കൊടുത്തൊരു മാനേജ്മെന്റ് വർക്ക് കൊടുത്തൊരു മാനേജ്മെന്റ് വഴക്ക് കൊടുത്തൊരു മാനേജ്മെന്റ് വർക്ക് കൊടുത്തൊരു മാനേജ്മെന്റ് ചട്ടകളെ പരമാറികളെ ചട്ടകളെ പരമാരികളെ നിങ്ങൾക്കെതിരെ ഉയരുന്നു നിങ്ങൾക്കെതിരെ ഉയരുന്നു യൂത്ത് കോൺഗ്രസിൻ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിൻ പ്രതിഷേധം 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 പാവപ്പെട്ടൊരു വിദ്യാർത്ഥിയെ വഴക്ക് കൊടുത്തൊരു മാനേജ്മെന്റ് ചട്ടകളെ പരമാരികളെ നിങ്ങൾക്കെതിരെ ഉയരുന്നു യൂത്ത് കോൺഗ്രസിൻ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിൻ പ്രതിഷേധം 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 സംരക്ഷിക്കും പോലീസ് സംരക്ഷിക്കും പോലീസ് നാണമുണ്ടോ ചട്ടകളെ നാണമുണ്ടോ ചട്ടകളെ അറസ്റ്റ് ചെയ്യണ ചട്ടകളെ അറസ്റ്റ് ചെയ്യണ ചട്ടകളെ ഇല്ലാതെന്നൊരു വിദ്യാർത്ഥിയെ ഇല്ലാതെന്നൊരു വിദ്യാർത്ഥിയെ ഇല്ലാതെന്നൊരു വിദ്യാർത്ഥിയെ മുഴുവൻ സഹപ്രവർത്തകർ പുറകോട്ട് ഉദ്ഘാടനത്തിൽ കടന്നു വരണം. മാർച്ചിന്റെ ഔപചാരികമായ പരിപാടികൾ നടത്തണം. ഈ ചടങ്ങിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ അശ്വത് കോട്ടയം. ജില്ലാ ജനറൽ സെക്രട്ടറിമാർ, നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ റിജിൻ രാജ് ഉൾപ്പെടെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന മാധ്യമപ്രവർത്തകർ, സഹപ്രവർത്തകർ എല്ലാവരെയും ഒറ്റവാക്കിൽ ഞാൻ ഈ പ്രതിഷേധ മാർച്ചിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിനകത്ത് വലിയ രീതിയിലുള്ള നമുക്കൊട്ടും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മൾ ഇത്തരത്തിലുള്ള ജാതി വഴികൊണ്ടുകൊണ്ടുള്ള വാർത്തകളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതിനോടൊക്കെ ആസ്പദമായ രീതിയിൽ നമ്മുടെയൊക്കെ മൂക്കിൻ താഴെ, മൂക്കിൻ തുമ്പത്ത് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിനകത്ത് ഇത്തരത്തിലുള്ള ഒരു സംഭവം അരങ്ങേറിയപ്പോൾ നമ്മൾക്കൊക്കെ തടഞ്ഞു നിർത്താൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ ഏറെ ദുഃഖത്തോടെയും സങ്കടത്തോടെയും കൂടിയാണ് നോക്കിക്കാണാൻ സാധിക്കുന്നത്. പക്ഷേ സ്വന്തം ജീവിതം പടുത്തുയർത്താൻ വേണ്ടി, സ്വന്തം ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി നിതിൻ രാജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ കണ്ണൂരിന്റെ മണ്ണിലേക്ക് കടന്നു വന്ന് ഇവിടത്തെ വിദ്യാർത്ഥികളോടും ഇവിടത്തെ അധ്യാപകരോടും ഏറ്റവും നല്ല രീതിയിലുള്ള പെരുമാറ്റം കാഴ്ചവെച്ച് അദ്ദേഹത്തിനെതിരെ ഒരു തെറ്റായ കാര്യം പോലും ഇവിടുത്തെ സഹവിദ്യാർത്ഥികൾക്കൊന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരവധി ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ അതൊക്കെ കണ്ടതാണ്. അവരുടെ പ്രവർത്തനങ്ങളെ പറ്റി, അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ സാഹചര്യങ്ങളെ പറ്റി എല്ലാം നമ്മൾ കേട്ടതാണ്. പക്ഷെ അതിലൊന്നും തന്നെ അദ്ദേഹത്തിനെതിരെ വ്യക്തിഹത്യ വരുത്തുന്ന രീതിയിൽ യാതൊരുവിധ കുറ്റങ്ങളോ കുറവുകളോ ഒന്നും നമുക്ക് കേൾക്കാൻ സാധിച്ചില്ല. വിദ്യാർത്ഥി സുഹൃത്തുക്കളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ മികച്ച പെരുമാറ്റത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനിടയിൽ ഒരു കശാപ്പുകാരനായ അധ്യാപകൻ എന്ന് പറയുന്ന റാം എന്ന പേരുള്ള അധ്യാപകൻ, ആ അധ്യാപകനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള മറ്റൊരു അധ്യാപികയും കൂടി ഇവിടുത്തെ വിദ്യാർത്ഥികളോടൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് അവരുടെയൊക്കെ തന്നെ
വൈകൃതങ്ങൾ, മനസ്സിന്റെ വൈകൃതങ്ങളെ പറ്റി നമുക്കൊക്കെ കാണാനും കേൾക്കാനും സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും പഠിച്ചു വളർന്നവരാണ്. നമുക്കൊക്കെ ചെറിയ ചെറിയ അനുഭവങ്ങൾ ഒരുപക്ഷെ ചെറുപ്പകാലത്ത്, ബാല്യകാലത്ത് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ഇത്തരത്തിലുള്ള ജാതി വെറുപ്പുകൊണ്ടുള്ള സംഭവങ്ങൾ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സംഭവം നമ്മുടെ കണ്ണൂരിന്റെ മണ്ണിനകത്ത്, അഞ്ചരക്കണ്ടിയുടെ മണ്ണിനകത്ത് സംഭവിച്ചപ്പോൾ തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇരമ്പിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥി സംഘടനകൾ, യുവജന സംഘടനകളൊക്കെ തന്നെ പ്രതിഷേധത്തിന്റെ മാർഗത്തിലൂടെ ഇവിടെ കടന്നു വന്നിരിക്കുകയാണ്. ഇതിനെതിരെ ഒരു തരത്തിലുള്ള മാനേജ്മെന്റിന്റെ എല്ലാവിധ പിന്തുണയും കൊണ്ടാണ് ഇത് കടന്നു പോകുന്നത് എന്ന് നമ്മളൊക്കെ തന്നെയും സംശയിക്കുന്നു. കാരണം ഇത്രയും സമയമായിട്ട് മാനേജ്മെന്റിന് യാതൊരുവിധ കൃത്യമായ ഇടപെടലുകളോ പ്രതികരണങ്ങളോ ഒന്നും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം അർഹിക്കുന്നുണ്ട് ഈ വിഷയത്തിന്. തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു പ്രസംഗത്തിലേക്കല്ല കടന്നു പോകുന്നത്. നമുക്കറിയാം, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും ഈ ക്യാമ്പസിനകത്ത് ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ തീരുമാനങ്ങളുമായി ഇതിന്റെ കൊലയാളികളെ കൃത്യമായ രീതിയിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എന്റെ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ, ഇവിടുത്തെ ഭാരവാഹികളെ, ഉദ്ഘാടകർ ഉൾപ്പെടെയുള്ള ആളുകളെ എല്ലാം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് യൂത്ത് കോൺഗ്രസ്. അടുത്തതായി സംസാരിക്കാനായി അധ്യക്ഷനെ ക്ഷണിച്ചുകൊള്ളു. ഏറെ പ്രിയങ്കരനായ ഈ സമരത്തിന്റെ ഉദ്ഘാടകൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ റോബർട്ട് വെള്ളാമ്പള്ളി, സ്വാഗതം മുതൽ സംസാരിച്ച ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ അശ്വിൻ മതുക്കോത്ത്, ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ശ്രീ മിഥുൻ മാറോളി, പ്രിനിൽ മതുക്കോത്ത്, രാഹുൽ മിക്കിലേരി, അസംബ്ലി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട പ്രസിഡന്റുമാർ, പ്രിയപ്പെട്ട ജിതിൻ കൊളപ്പ, പ്രിൻസ് പുഷ്പകുന്നേൽ, രാഹുൽ വി പി, വരുൺ എം കെ, ധർമ്മട നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ റിജിൻ രാജ്, നിതിൻ കോമത്ത്, അമൽ കുറ്റിയാട്ടൂർ ഉൾപ്പെടെ, രാഹുൽ പുത്തൻപുരിയിൽ ഉൾപ്പെടെ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന സഹപ്രവർത്തകർ, കേരള വിദ്യാർത്ഥി യൂണിയന്റെ ജില്ലാ ഭാരവാഹികൾ, മറ്റ് സ്നേഹം നിറഞ്ഞ മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള പ്രിയം നിറഞ്ഞവരെ, ഇത്തരമൊരു സമരത്തിൽ ഈ കൊടും ചൂടിലും ഇന്ന് കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു ദുഃഖകരമായ വാർത്തയുടെ സാഹചര്യത്തിലും യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് കടക്കേണ്ട സാഹചര്യത്തെക്കുറിച്ച് സ്വാഗത ഭാഷകൻ ഇവിടെ സൂചിപ്പിച്ചു. ഇവിടെ ഒരു വിദ്യാർത്ഥി, ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ അദ്ദേഹത്തെ മാനസികമായി ചൂഷണം ചെയ്ത് അദ്ദേഹത്തിന്റെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ അദ്ദേഹത്തെ മാനസികമായി ചൂഷണം ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ഒരു വിദ്യാർത്ഥി ഇവിടെ ആത്മഹത്യ ചെയ്യുകയും ആ ആത്മഹത്യക്ക് കാരണക്കാരായ ആളുകളെ ഇത്രയും ദിവസമായിട്ടും ഇവിടെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവാത്ത ഒരു പ്രതിഷേധാത്മകമായ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇങ്ങോട്ട് കടന്നു വന്നത്. ഇത്തരമൊരു പ്രതിഷേധം നടത്തുമ്പോൾ അതിനാസ്പദമായ മറ്റൊരു സംഭവം ഇന്നലെ ഇവിടെ ഇറങ്ങേറി. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ഇവിടെ ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ ഏറ്റവും ഒടുവിൽ ഇവിടെ ഒരു സംഘടനയുടെ പ്രതിഷേധവുമായി കുറെ ആളുകൾ കടന്നു വന്നപ്പോ ഇവിടുത്തെ മാനേജ്മെന്റിന്റെ ധിക്കാരം തുറന്നു കാണിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ മാനേജ്മെന്റിന്റെ കൂലി പറ്റുന്ന ഗുണ്ടകൾ ആ സമരത്തെ തടയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ഇന്നലെ മാനേജ്മെന്റിന്റെ അച്ചാരം പറ്റിക്കൊണ്ട് ഈ സമരത്തെ തടുത്തുകൊണ്ട് ഇങ്ങോട്ട് കടന്നു വന്ന ബൗൺസേഴ്സ് എന്ന് പറയുന്ന ആ ഗുണ്ടകൾ ഇന്നലത്തെ സമരത്തെ തടുക്കുന്ന ഇവിടുത്തെ പോലീസുകാരെ മുഴുവൻ നോക്കുകുത്തികളായിക്കൊണ്ട് ആ സമരത്തെ തടുക്കുന്ന ഒരു സാഹചര്യം. ഈ ശബ്ദം ശ്രമിക്കുന്നതിന്റെ മറ്റേ അറ്റത്ത് എവിടെയെങ്കിലും ഈ മാനേജ്മെന്റിന്റെ അച്ചാരം പറ്റുന്ന ഗുണ്ടകളുണ്ടെങ്കിൽ അവർ കേൾക്കാൻ വേണ്ടി പറയുക, നിനക്കൊക്കെ ആണത്തമുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ സമരം ഒന്ന് തടഞ്ഞു നോക്ക്, നീയൊക്കെ മുട്ടു കഴിഞ്ഞിട്ടല്ലാതെ ഇവിടുന്ന് തിരിച്ചു പോവില്ല എന്ന് ഏറെ ഉത്തരവാദിത്തത്തോട് വെല്ലുവിളിച്ചുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുക. ധൈര്യമുണ്ടെങ്കിൽ ഈ സമരത്തെ ഒന്ന് തടഞ്ഞു നോക്ക്. യൂത്ത് കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു സഹപ്രവർത്തകനെ നീ ഒന്ന് തടഞ്ഞു നോക്ക്. നീയൊക്കെ പിന്നീട് ജീവനോടെ ഈ ക്യാമ്പസിനകത്ത് ജോലി ചെയ്യില്ല എന്ന് വളരെ ഉത്തരവാദിത്തത്തോട് പറയാ. ജനാധിപത്യമായ സമരങ്ങളെ അടിച്ചമർത്തിയത്, ജനാധിപത്യപരമായ സമരങ്ങളെ ഇത്തരത്തിൽ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്താമെന്നാണ് ഇവിടുത്തെ മാനേജ്മെന്റ് ധരിക്കുന്നതെങ്കിൽ ഇനിയും ശക്തമായ സമരങ്ങളുമായി ഇവിടെയുള്ള കേരളത്തിലെ ജനാധിപത്യ യുവജന സംഘടനകളൊക്കെ ഇങ്ങോട്ടേക്ക് കടന്നു വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയുടെ ജീവന് നിങ്ങൾ ഇത്രയേ വില കൽപ്പിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഞങ്ങൾക്ക് പിന്നിലുള്ള കേരള പോലീസിന്റെ ഒട്ടനവധിയായ ഫോഴ്സ് ഞങ്ങൾക്ക് പിന്നിലുണ്ട്. ഇവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ മാർച്ച് തടയുന്നതിന്റെ 10-1 ആവേശം നിങ്ങൾ നിതിൻ രാജിന്റെ
ആത്മഹത്യക്ക് പ്രേരണ കുറ്റക്കാരായ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതിന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു മാർച്ച് നടത്തേണ്ടി വരില്ലായിരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. പോലീസുകാർ അല്പം കൂടി ജാഗ്രത കാണിക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ 10 വർഷക്കാലം നിങ്ങൾ ഭരിച്ച ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കില്ല കേവലം 15 ദിവസങ്ങൾക്കപ്പുറത്തേക്ക് ഈ സംസ്ഥാനം ഭരിക്കാൻ പോകുന്നത്. നാളിതുവരെ നിങ്ങൾ ഇവിടെയുള്ള മാനേജ്മെന്റിന്റെ ആളുകൾക്കും അത്തരത്തിലുള്ള പണമൊഴുക്കുന്ന ഗുണ്ടാ സംഘങ്ങൾക്കുമൊക്കെ നിങ്ങൾ കാവൽ നിന്നിട്ടുണ്ടെങ്കിൽ മെയ് 4-ന് ശേഷം പ്രിയപ്പെട്ട പോലീസുകാരാ, തോളിലെ നക്ഷത്രവും കാക്കിയുടുപ്പും ഊരിവെച്ച് വീട്ടിലിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവിടുത്തെ UDF-ന്റെ ഗവൺമെന്റ് വരുമ്പോ നിന്നെയൊക്കെ വീട്ടിലിരുത്തുമെന്നുള്ള കാര്യത്തിൽ കൂടി ഒരു സംശയവും വേണ്ടെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ മരിച്ചുപോയ വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് നീതി ലഭിക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന്റെ ആത്മാവിന് നീതി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെയും ജനാധിപത്യ വിശ്വാസികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ റോബർട്ട് വെള്ളാമ്പള്ളിയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ്, ഈ സമര പരിപാടിയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട വിജിൽ മോഹനൻ, യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ അശ്വിൻ മധുക്കോത്ത്, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ശ്രീ നിതിൻ കോമത്ത്, പ്രിയപ്പെട്ട പ്രീനിൽ മധുക്കോത്ത്, ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ പ്രിയപ്പെട്ട റിജിൻ രാജ്, ശ്രീ വരുൺ MK, ശ്രീ രാഹുൽ VP, പ്രിയപ്പെട്ട ജയരാജേട്ടൻ, ശ്രീ രാഹുൽ മേക്കലേരി, യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റുമാരായ ശ്രീ രാഹുൽ കല്യാശ്ശേരി, പ്രിയപ്പെട്ട പ്രിൻസ് ഉൾപ്പെടെ ശ്രീ ജിതിൻ കൊളപ്പ ഉൾപ്പെടെ ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ, പ്രിയപ്പെട്ട അമൽ കുറ്റ്യാട്ടൂർ, യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജില്ലാ സെക്രട്ടറി ശ്രീ അനൂപ് തന്നട, ശ്രീ ജിനോഷ് മധുക്കോത്ത്, ജിനോഷ് VC ഉൾപ്പെടെ പ്രിയപ്പെട്ടവരെ, ജനാധിപത്യ വിശ്വാസികളെ, ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ച സ്വാഗത പ്രാസംഗികനും ഒപ്പം തന്നെ അധ്യക്ഷനും ഇന്ന് ഈ കോമ്പൗണ്ടിലേക്ക് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു മാർച്ച് കടന്നു വരാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായ രീതിയിൽ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കേരളത്തിലെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ, കേരളത്തിലെ ഓൺലൈൻ മീഡിയകൾ, ഇങ്ങനെ കേരളത്തിലെ പൊതുസമൂഹം തന്നെ ഏറ്റവും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി ഈ ക്യാമ്പസിനകത്ത് ഒരു ദളിത് വിദ്യാർത്ഥിയുടെ മരണത്തെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രമാത്രം ഗൗരവമുള്ളതാണ് എന്ന് ഈ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് പറയാം. നമുക്കറിയാം, ഏതൊരു വിദ്യാർത്ഥിയായാലും ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പസിലേക്ക്, ഒരു മെഡിക്കൽ കോളേജ് ക്യാമ്പസിലേക്ക് കടന്നു വരുന്നത് എന്തിനാണ്? തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷങ്ങൾ, നല്ല ജീവിതം, നല്ല കുടുംബ പശ്ചാത്തലമൊരുക്കൽ, ഇതൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് താൻ ആഗ്രഹിച്ച വിദ്യാഭ്യാസം നേടി ആ വിദ്യാഭ്യാസത്തിലൂടെ ബിരുദം പൂർത്തീകരിച്ചുകൊണ്ട് പൊതുസമൂഹത്തിലേക്ക്, തന്റെ കുടുംബത്തിലേക്ക്, തന്റെ നാട്ടിലേക്ക് വളരെ അഭിമാനത്തോടെ ഇറങ്ങിച്ചെല്ലാനാണ് ഇത്തരത്തിലുള്ള ക്യാമ്പസുകളിൽ വന്ന് ഇവിടെ പഠനത്തിന് വരുന്നത്. ഇവിടെ എന്താണ് സംഭവിച്ചത്? പാവപ്പെട്ട ഒരു വിദ്യാർത്ഥി തിരുവനന്തപുരത്തു നിന്നും കടന്നു വന്നുകൊണ്ട് ഈ കണ്ണൂർ ജില്ലയിലെ ഈ ക്യാമ്പസിൽ വിദ്യാഭ്യാസം നടത്തുമ്പോൾ ഇവിടുത്തെ മാനേജ്മെന്റും അതുപോലെ തന്നെ ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകൻ, നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചു, റാം ഉൾപ്പെടെയുള്ള അധ്യാപകർ ആ വിദ്യാർത്ഥിയെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ സാധിക്കുമോ എന്ന് ഗവേഷണം നടത്തുകയായിരുന്നു. ഒരു ക്യാമ്പസിനകത്ത്, അത് നമ്മുടെ ഈ മതേതര കേരളത്തിൽ, ജനാധിപത്യ കേരളത്തിൽ, ഈ ക്യാമ്പസിനകത്ത് ഒരു വിദ്യാർത്ഥിയെ ആ വിദ്യാർത്ഥിയുടെ നിറത്തിന്റെ പേരിൽ, ആ വിദ്യാർത്ഥിയുടെ ജാതിയുടെ പേരിൽ ഇങ്ങനെയൊക്കെ അധിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്കൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്ന ഒന്നായിരുന്നില്ല. അതൊക്കെ നമ്മൾ കേട്ടു. നമ്മൾ ഉൾപ്പെടെയുള്ള പൊതുസമൂഹം ഞെട്ടിത്തെറിച്ചു നിന്നു. അങ്ങനെ ഇവിടെ ഈ ക്യാമ്പസിനകത്ത്, ഈ ക്യാമ്പസിൽ നിന്ന്, ക്യാമ്പസിന്റെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് തന്നോടുള്ള അധിക്ഷേപങ്ങളിൽ മാറുന്നതുകൊണ്ട് ഒരു വിദ്യാർത്ഥി ചാടി മരിച്ചു എന്നുണ്ടെങ്കിൽ എത്രമാത്രം ദയനീയമായിരിക്കും ആ കുട്ടിയും അതുപോലെ തന്നെ ഈ ക്യാമ്പസിലെ മറ്റു വിദ്യാർത്ഥികൾ, അവരോടൊപ്പം പഠിച്ചിരുന്ന മറ്റു കുട്ടികൾ ഒക്കെ അനുഭവിച്ചിട്ടുള്ള മാനസിക പ്രയാസം എന്നുള്ളത് അത്രമാത്രം ഭീകരമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.
അത് ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ അതിനുശേഷം ഈ വാർത്ത വന്നതിന് ശേഷം ഈ മരണ വാർത്തയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് തുറന്നു പറയാൻ അവർ ധൈര്യം കാണിച്ചു. ആ വിദ്യാർത്ഥികൾ ധൈര്യം കാണിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുസമൂഹം ഇങ്ങനെ ഇത് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷേ നമ്മൾ ഇന്ന് ഈ ക്യാമ്പസിലേക്ക് കടന്നു വന്നതിന്റെ ഉദ്ദേശമെന്ന് ഈ സമൂഹത്തിലെ എല്ലാവർക്കും അറിയാം. ഈ പ്രതികളെ ഇത്രമാത്രം ക്രൂരമായ നരനായാട്ട് നടത്തിയ നരവേട്ട നടത്തിയ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് സാധിച്ചിട്ടില്ല. ഇന്ന് അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇവിടെ കോടതി പരിഗണിക്കുകയാണ്. ഇത്രയും ദിവസങ്ങളായിട്ടും നമുക്കറിയാം ഈ നിതിൻ രാജ് എന്ന കുട്ടിയുടെ ഒരു ലോൺ കേവലം 2000 രൂപ മാത്രമുള്ള ഒരു ലോൺ ആപ്പിന്റെ പേരിൽ ആ ലോൺ ആപ്പിന്റെ ആളുകൾ ആ ലോൺ കമ്പനിയുടെ ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഇതിൽ നിന്നും വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഈ നാടിനകത്തെ കാക്കിയിട്ട കാവാലികളോട് ഈ കാക്കിയിട്ട പോലീസുകാരോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾക്കിത് അവസാനത്തെ താക്കീതാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി നൽകുന്നത്. ഈ പ്രതികളെ പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. കാരണം ഒരു 10 ദിവസം കഴിഞ്ഞാൽ നിങ്ങളിപ്പോ നടത്തുന്ന ആഭ്യന്തര വകുപ്പല്ല കേരളത്തിലുണ്ടാവുക. ഈ കേരളത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്നത് ഐക്യജനാധിപത്യങ്ങളുടെ സർക്കാരായിരിക്കും. ആ സർക്കാർ നിങ്ങളെ തുറങ്ങി വയ്ക്കുന്ന കാഴ്ച നിങ്ങൾ കാണേണ്ടി വരും എന്ന് മാത്രം പറയുന്നു. ഈ സമരം ഔപചാരികമായി പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് യൂത്ത് കോൺഗ്രസ്.
ന്യായമായി സമരം ചെയ്ത കോൺഗ്രസിൽ പ്രവർത്തകരെ തല്ലിക്കൊല്ലും പോലീസ് കൊലപാതകളെ സംരക്ഷിക്കും പോലീസ് നീതിക്കായി പോരാടോ കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിയൊതുക്കാൻ നോക്കണ്ടോ ആർക്കാണാ തല്ലണ്ട് അറസ്റ്റ് ചെയ്യൂ പോലീസ് പാവപ്പെട്ടൊരു വിദ്യാർത്ഥിയെ കൊലക്ക് കൊടുത്തൊരു നാരികള് അറസ്റ്റ് ചെയ്യൂ പോലീസ് നീതിക്കായി പോരാടോ എന്താ അത്യാവശ്യമായി അറിയുന്നു പ്രതികളെ പിടിക്കാൻ പറ്റൂല നിങ്ങൾക്കൊന്നും നോക്കിയിട്ട് നടക്കുന്ന സാറേ ബാക്കിയുള്ള ആൾക്കാരെ പോട്ടെ നിങ്ങൾക്ക് കൊണ്ടുപോകണമെന്നുള്ളൂ പ്രതികളെ പിടി കാണിക്കാതെ പിടിച്ചിരുന്ന ആരെയോ നടത്തിയവരെ പിടിക്കുക പോലീസ് നിങ്ങൾ പോകുന്ന സമയത്ത് ആൾക്കാരെ നോക്കൂലേ സാറേ അത് എല്ലാ ആൾക്കാരും മെക്കിട്ട് കയറുക ഇവിടെ നമ്മളെന്താ കാര്യം എന്നുള്ള അയാൾക്ക് സാറേ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പറഞ്ഞേ ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ മീഡിയാസിനെ അപ്പാടെ പിടിച്ച് ഊന്നണോ മീഡിയാസിന് ഊന്നേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് പിന്നെ നീതിക്കായി പോരാടോ കൊടുക്കട്ടെ സാറേ മീഡിയാസിനെ പിടിച്ച് ഉന്തുന്ന പരിപാടി നല്ലല്ലോ കേട്ടോ നിങ്ങൾക്കിത് കുറെ കാലം ഉണ്ടാവുന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നു പറഞ്ഞു സമരത്തിന് വന്നതാ സമരത്തിന് വന്നതാണോ സമയം കൊടുക്ക് ബൗൺസേഴ്സിനേക്കാൾ കഷ്ടപ്പോലെ നിങ്ങൾ എണീക്കാൻ സമയം കൊടുക്കാൻ അവർക്ക് വീണെടുക്കാൻ പിടിച്ചു വന്നിക്കല എണീക്കട്ടെ നേരത്തെ കൂടെ കളിക്കില്ല കല്ല അവിടെ
കല്ലാന്ന് അവിടെ തൽക്കാലം കൊടുത്തിട്ട് സമാധാനം പറയേണ്ടി വരും. ഒരു കൊണ്ടുവന്നൊരു മര്യാദയില്ലേ? നിലത്ത് കല്ലിന്റെ മുകളിൽ കൂടെ മൊത്തം കല്ല് അടിച്ചിട്ട് പറ്റിയിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യന്മാരല്ലേ? അല്ല സാർ, ഇത് കുറച്ച് പൂരതയാണ്. നിലത്തേക്ക് കല്ലിനൊക്കെ തലയിട്ടിലോട്ട് കൊണ്ടുപോകുന്ന അത് ബലം എണീക്കാന്ന് പറയുന്ന ആൾക്കാരെ കൊണ്ടുപോകുന്നത് അതെന്ത് ഇതാ? വരേണ്ടവരെന്തായാലും കയറും. അവര് കേറാൻ തന്നെയാ വന്നത്, അല്ലാണ്ട് ഇതൊന്നുമല്ല. ഒന്നും മുണ്ടൊന്നും ഉടുത്തോട്ടെ. നിങ്ങൾക്ക് മുണ്ടെടുക്കുന്നുണ്ട്. എന്തിനാ സമരം ചെയ്തല്ലേ? സാർ എന്തിനാ ഇപ്പം വന്നു പുതിയ? എങ്ങനെ ഞാൻ ഒറ്റക്ക് നിൽക്കുമ്പോ വന്ന് ഉന്തിയത് അത് വേറെ പരിപാടി കേട്ടോ. ആൾക്കാർ വരുന്നൊന്നുമില്ല. ഞാൻ അവിടെ വെറുതെ ഒക്കെ വന്ന് ഉന്തിയതാ. ആ ആളെ തിരക്കിലും മനപ്പൂർവ്വം വന്ന് ഉന്തുന്നത് ശരിയാ? പുള്ളിന്റെ പ്രശ്നം പറയാണ്. വണ്ടി 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 നോക്കിക്കുന്ന സമയമില്ല. സാർ ചെന്നൈ നേരത്തെ ഉണ്ട് പുള്ളിക്ക് വെറുതെ പിടിച്ചു
ഓനെന്താ പ്രശ്നം എന്താ? ഓനെന്താ പ്രശ്നം എന്താ? മെമ്പർഷിപ്പ് കുറയ്ക്കുക ചേട്ടാ. ഇനി മെമ്പർഷിപ്പ് കിട്ടും. എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ടാവണം. ഓനാ മെമ്പർഷിപ്പ് ഉണ്ടാവുള്ളൂ. പിന്നെ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുന്നില്ലേ? കോടതി പരിഗണിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ പോലീസ് മുഴുവൻ അവർക്ക് ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നിപ്പോ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയാലും ഈ പറഞ്ഞ ഒരു പ്രതികളും ഇവിടെ തെരുവിലിറങ്ങി നടക്കില്ല. യൂത്ത് കോൺഗ്രസ് തടയുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇവിടെ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ടാണ് പോലീസുകാരെ നേരിടാൻ വേണ്ടി പ്രതിഷേധക്കാരെ നേരിടാൻ വേണ്ടി ഇവർ വന്നിരിക്കുന്നത്. ഇനി ഒന്നല്ല 10,000 ഗുണ്ടകൾ. ഞാനിവിടെ നേരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു, യൂത്ത് കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകരെ ഇവിടെ മാനേജ്മെന്റിന്റെ ഗുണ്ടകൾ ആരെങ്കിലും വന്ന് തടയാൻ ധൈര്യം ഉണ്ടെങ്കിൽ തടയട്ടെ. 2 കാലിൽ പിന്നെ അവർ നടന്നു പോവില്ല എന്ന് ഉത്തരവാദിത്തത്തോടുകൂടി തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് പറയാൻ ആഗ്രഹിക്കാം. അനാവശ്യമായ പ്രവോക്കേഷൻ